ഹലോ ഗായ്സ്. അപ്പൊ വീട്ടിൽ മോര് അച്ചാന്നിന്റെ വീട്ടിൽ തന്നെ ഒരു കൊപ്പക്കായ പൊട്ടിച്ച്, അപ്പൊ കൊപ്പക്കായ എരിഞ്ഞിട്ട് പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെച്ച്. ഉം അത് വെന്ത് കഴിഞ്ഞ ശേഷം നമ്മ കലത്തേക്ക് അത് മാറ്റി കലത്തി വെക്കണ വേറൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പൊ അത് കലത്തേക്ക് കൊട്ടി ഞങ്ങ കലത്തി കൊട്ടിട്ടൊന്ന് കലത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മ നാളികേരം, ഈ വെളുത്തുള്ളി, നല്ല ജീരകം അരച്ചച്ച പേസ്റ്റ് ആക്കിയതുണ്ടായിരുന്നു. തിളച്ചപ്പോ നമ്മ എന്ത് ചെയ്ത് അത് ഒഴിച്ചു കൊടുത്ത്, നാളെ അരച്ച് നമ്മ പേസ്റ്റ് ആക്കിയത് അത് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമ്മ ഇളക്കി കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് എന്നിട്ട് ഒന്ന് തിളക്കണ്ട ഒരു തള വരണം. ഒരു തള വരുമ്പോഴാണ് നമ്മ മോര് ഒഴിച്ചു കൊടുത്തത്. പിന്നെ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ പുളി കുറവായിരുന്നു മോര് ഫുള്ള് ഒഴിച്ച്. നമ്മ പുളിക്കനുസരിച്ചാണ് ഇത് മോരിന് പുളി ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ മോര് അങ്ങനെ ഒഴിച്ച് ആ കുപ്പിയിൽണ്ടായിരുന്നു മോരൊഴിച്ച് നല്ല തിളച്ച് പൊന്തി വരുമ്പോ അത് ഇറക്കി വെച്ചിട്ട് വേറെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച്. കടുക് പൊട്ടണം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മ വറ്റൽമുളക് ഇട്ട്, അതൊന്ന് മുരിഞ്ഞ് വരുമ്പോ വേപ്പില ഇട്ട് നന്നായി ഒരുവിധം മൊരിച്ചെടുത്ത് മുരിയണം. അപ്പൊ നമ്മ മുളകും പൊടി ഇട്ട് ആവശ്യത്തിന് ഇട്ടാ മതി. പച്ചമുളക് ഇട്ട കാരണം കുറച്ച് മുളകും പൊടി ഇട്ടുള്ളൂ ഞാൻ. ഇട്ടതിന് ശേഷം മോര് ഇറക്കി വെച്ചതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത്. എന്നിട്ട് മിക്സ് ചെയ്തെടുത്ത അപ്പൊ മോര് റെഡിയായി. നമുക്കിപ്പോ ചോറിൻ്റെ കൂടെ ആയാലും എരിവിന് എരിവുണ്ട്, പുളിക്ക് പുളിയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാം.